That's eagle is flying. കാത്തിരുന്ന താരപുത്രൻ ഇതാ ഗ്രൗണ്ടിലേക്ക് അവതരിക്കുകയാണ്. ഈഗിൾ ഗെയിമർ, ഗെയിം കളിക്കാൻ മാത്രമല്ല കളത്തിലിറങ്ങി കളിക്കാനും ഈഗിളിന് അറിയാം ഗൈസ് അല്ലേ. He is very down to earth personality. Is a good man. പരുന്തിനെ പോലെ പാറി പറന്നാലും ഭൂമിയിൽ കാലുകൾ ഉറപ്പിച്ച് തന്നെ വേണം നിൽക്കാനെന്ന് ഈഗിൾ നമ്മളെ പഠിപ്പിക്കുമ്പോൾ that is so nice to see. So who will be the next man? Who will be the next man is the question. അടുത്തത് ആരാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം ആരാണ്? Who is that man is coming in? ഫ്രെയിമിലേക്ക് നമ്മളിപ്പോൾ തന്നെ പ്ലെയറെ കാണിക്കുന്നതായിരിക്കും. ആരായിരിക്കും? നിങ്ങൾ പെട്ടെന്നൊന്ന് ഗസ് ചെയ്തേ. Who will come? Who will come for the next bat? എല്ലാവരും കാത്തിരിക്കുന്നത് ഒരേ ഒരു ആളെ തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. But who will come is the question. ഡീപ് ഡിസ്കഷൻ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഇടയിൽ അവിടെ നിന്ന് അപ്രൂവ് ആയി കഴിഞ്ഞു ആരാണ് വരുന്നതെന്ന്. പക്ഷെ കാത്തിരിക്കാം, കാതോർത്തിരിക്കാം, കണ്ണുകൾ തുറന്നു വെച്ച് നോക്കി നിൽക്കാം ഗൈസ്. Who will come? Who will come? Let's see. Let's see. Who is that man? പരിചയമുണ്ട് അദ്ദേഹത്തിന്? Who is that man? That's eagle is flying. കാത്തിരുന്ന താരപുത്രൻ ഇതാ ഗ്രൗണ്ടിലേക്ക് അവതരിക്കുകയാണ്. കയ്യടികളും കരഘോഷങ്ങളുമായി സച്ചിൻ ടെണ്ടുൽക്കറിനും വിരാട് കോഹ്ലിക്കും ശേഷം ഇങ്ങനെ ഒരു മനുഷ്യനെയാണ് നിങ്ങൾ കാത്തിരുന്നതെങ്കിൽ here is your man, the eagle is flying in the ground. ഇദ്ദേഹത്തിന്റെ ശരിക്കുമുള്ള പേരെന്താന്നുള്ളൊരു കൺഫ്യൂഷൻ ഒരുപാട് പേർക്കുണ്ട്. ദിലിൻ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. സോ വി ആർ ഇൻട്രൊഡ്യൂസിങ് ദിലിൻ ഓൺ ടു ദ സ്ട്രൈക്ക്. മല്ലു ക്രിക്കറ്റർ ചാർലിയുടെ കൈ അടിച്ചടിച്ച താരമാണ്. പക്ഷേ ഈഗിൾ എത്ര അടിക്കും? നിങ്ങളൊന്ന് പ്രവചിച്ചേ. വാട്ട് വിൽ ബി ദ സ്കോർ ഫ്രം ഈഗിൾ? ഫസ്റ്റ് ബോൾ ഷഫീഖ് ടു ഈഗിൾ. ഓ ചെറിയൊരു ഷോട്ടിനുള്ള ശ്രമം, ബട്ട് ദാറ്റ്സ് എ വൈറ്റ് കോൾ. ഒരു വൈറ്റ് സിഗ്നൽ ആണ്, എക്സ്ട്രാ റൺ. എന്തായിരിക്കും ഗൈസ്? ഒന്ന് പറഞ്ഞ കേൾക്കട്ടെ. എത്രയടിക്കും? 100 അടിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഡക്കാവ് എന്ന് പറഞ്ഞാൽ ആരാടാ ഡക്കാവ് എന്ന് പറഞ്ഞത്? ഡോണ്ട് സേ ദാറ്റ്, ലെറ്റ് സപ്പോർട്ട് യാർ. സെഞ്ചുറിയാണ് എല്ലാവരുടെയും മനസ്സിൽ. ഓ മൈ ഗോഡ്, ഓ ഷോട്ട്. ഓ അഖിൽ മാരാറിന്റെ ഒരു കിഡ്രൻ സ്റ്റോപ്പ്. ഒരു ബൗണ്ടറി എന്ന വ്യാമോഹത്തിനെ അഖിൽ മാരാർ തടയിട്ടു. ഷോട്ട് ഫ്രം ഈഗിൾ. ഈഗിളിന്റെ ബാറ്റിൽ നിന്നും ആദ്യത്തെ റൺസ് പിറക്കുന്നു. ഓ അടിപൊളിയായിരുന്നു. ജസ്റ്റ് എ ഫ്ലിക്ക്. അതങ്ങനെ അങ്ങോട്ട് 6 ലൈനിലേക്ക് പോകുന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ തടയിട്ട് അഖിൽ മാരാർ കാലും കൈയും എല്ലാം ഉപയോഗിച്ച് അഖിൽ മാരാർ പന്തിനെ തടുത്തിട്ടു. ദാറ്റ്സ് ഗുഡ് ഫീൽഡിംഗ്. അഖിൽ മാരാർ ബാക്ക് അഗൈൻ. ഷഫീഖ് ഷോട്ട് ഓൺ എയർ. പക്ഷേ ഒരുപാട് ട്രാവൽ ചെയ്തില്ല. സിദ്ധാർത്ഥ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകാരനും പ്ലെയറുമായ സിദ്ധാർത്ഥ് ടേക്സ് എ ബോൾ. ഷഫീഖ് ടു കണ്ടിന്യൂ. 3 ബോളും കൂടി എറിയാനുണ്ട്. സോ ദേ ആർ ഹാവിങ് എ ഡീപ് ഡിസ്കഷൻ. സോ യെസ്, ഇൻ ദ ഫ്രെയിം ദ സെലിബ്രിറ്റി സ്റ്റാർ. ഈ അടുത്ത് വീണ്ടും വീണ്ടും പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ സ്വന്തം ഈഗിൾ ഗെയിമർ. ഗെയിം കളിക്കാൻ മാത്രമല്ല കളത്തിലിറങ്ങി കളിക്കാനും ഈഗിളിന് അറിയാം ഗൈസ് അല്ലേ. back to the fielder. Just a single. So ദിലിൻ എന്ന പേര് നിങ്ങൾക്ക് സുപരിചിതമാക്കി തരികയാണ്. ഈഗിൾ എന്ന് മാത്രം അറിയപ്പെടുന്ന നിങ്ങളുടെ സ്വന്തം ഈഗിൾ ഗെയിമർ. അദ്ദേഹത്തിന്റെ ശരിക്കുമുള്ള പേര് ദിലിൻ എന്നാണ്. Next ball from Shafiq. Oh, shot straight to the fielder. ബിനീഷ് ആ പന്തിനെ വളരെ ഈസി ആയി തടുത്തിരിക്കുകയാണ്. അത് വിട്ടു പോയിരുന്നെങ്കിൽ ഒരു ബൗണ്ടറിക്കുള്ള സാധ്യത ഉണ്ടായിരുന്നു. ബട്ട് ഗുഡ് ടു സീ ദാറ്റ് പേഴ്സൺ. Oh, shot! Oh my God!
That's a six, guys. That's a six. Look at that shot. എടാ മോനെ, കിടിലൻ സാധനം. ഇതാണ് വേണ്ടത് ആരാധകർക്ക്, ഇതാണ് കാത്തിരിക്കുന്ന ആരാധകർ. ഒരു കിടിലൻ സിക്സുമായി തൃപ്പൂണിത്തറ നെറ്റ്സിന്റെ മുകളിലോട്ട് ആ പന്തിനെ പറഞ്ഞയക്കുകയാണ്. വാട്ട് എ ഗെയിം ദാറ്റ് ഈസ്. സോ വാച്ചിങ് ലൈവ് ഓൺ മല്ലു ക്രിക്കറ്റർ. കൈൻഡ്ലി ഡു സബ്സ്ക്രൈബ് ദി ചാനൽ. ക്രിക്കറ്റിന്റെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്ന നിങ്ങളുടെ സ്വന്തം മല്ലു ക്രിക്കറ്റർ. സോ ബാക്ക് ടു ദി ഗെയിം. വിവേക് ഓപൻ എത്തുന്നു. വിവേക് ഓപൻ്റെ റീല് നമ്മുടെ ചാനൽ ഓൾറെഡി പോയതാണ്. അദ്ദേഹം ഒരു കഠിനമായി പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. പണ്ട് വളരെ പ്രൊഫഷണൽ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്ന താരം തന്നെയാണ്. പിന്നീട് ഇപ്പോൾ സീരിയൽ സിനിമ രംഗത്ത് വളരെ സജീവമായി. ക്രിക്കറ്റിനുള്ള പാഷൻ അത്രയും പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് തന്നെയാണ്. സോ വിവേക് ഓപൻ ഈസ് ഇൻ ആക്ഷൻ ആൻഡ് ഓൺ സ്ട്രൈക്ക്. ഡിലിനാണ് സ്ട്രൈക്കിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ പക്ഷെ ആരാധകർക്ക് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് യു ആർ ഓൺ, ഈഗിൾ ഈസ് ഓൺ സ്ട്രൈക്ക്. ദ ഈഗിൾ ഗെയിമാ. മുമ്പേ പറഞ്ഞ പോലെ കളത്തിന് പുറത്തും അകത്തും ഒരുപോലെ പെർഫോം ചെയ്യാൻ ആരാധകർ കാത്തിരിക്കുന്ന താരം. സ്പിന്നറിലേക്ക് എത്തുകയാണ്. പേസ് ബോളേഴ്സിന്റെ ഊഴം കഴിഞ്ഞു. ഇനി ഒരു സ്പിന്നേഴ്സിന്റെ. Here is the man. Here is the man. So Vivek to Dylan. I mean, Eagle. കിടിലൻ ബോളുമായി വിവേക് എത്തുമ്പോൾ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഈഗിൾ മടങ്ങുകയാണ്. പക്ഷെ അത് വളരെ മികച്ച ബോൾ തന്നെയായിരുന്നു അത് വിവേകിൻ്റെ. അതുകൊണ്ട് തന്നെയാണ് അത് വിക്കറ്റിൻ്റെ രൂപത്തിലേക്ക് മാറ്റി എഴുതിയത്. വിവേക് മേക്സ് ഇറ്റ് സോ ഈസി. വലിയ പ്രതീക്ഷകളില്ലാതെ അങ്ങനെ ഈഗിൾ മടങ്ങിയാണ്. ബട്ട് ദിസ് ഈസ് എ ഗുഡ് സ്റ്റാർട്ട് ഫോർ ഇൻഫ്ലുവൻസേഴ്സ്. കാരണം ഒരുപാട് അങ്ങനെ പ്രാക്ടീസോ കാര്യങ്ങളോ ചെയ്യുന്ന പ്ലെയേഴ്സ് അല്ല. ടഫ് ടു ഡീൽ വിത്ത് ഇറ്റ്. വേമോഹൻ ഓൾറെഡി നല്ലൊരു പ്ലെയറാണ്. ഒരു കിടിലൻ ബോൾ സ്പിൻ ബോൾ മാറ്റി അങ്ങനെ ഈഗിളിനെ പറഞ്ഞയക്കുകയാണ്. സോ വിൽ ബി ദ നെക്സ്റ്റ് മാൻ. വി ആർ വെയിറ്റിംഗ്. ഇറ്റ് വാസ് എ ബ്രില്യൻ ബോൾ ഫ്രം വിവേക്. നല്ല അടിപൊളി ബോളായിരുന്നു. വിവേക് ഒരുപാട് Guys, look at that. Look at that. Eagle is. ഞാൻ ഇതാണ് പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ ഒരു ക്വാളിറ്റി. ഞാൻ പൊക്കി പറയല്ല ഗൈസ്, വളരെ ജെന്യുവനായിട്ട് പറയുകയാണ്. ഹി ഈസ് വെരി ഡൗൺ ടു എർത്ത് പേഴ്സണാലിറ്റി. ഇസ് എ ഗുഡ് മാൻ. അങ്ങനെ ആവണം. നമ്മൾ എത്ര ഉയരങ്ങളിലേക്ക് പറന്നു പോയാലും പരുന്തിനെ പോലെ പാറി പറന്നാലും ഭൂമിയിൽ കാലുകൾ ഉറപ്പിച്ച് തന്നെ വേണം നിൽക്കാനെന്ന് ഈഗിൾ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ദാറ്റ് ഈസ് സോ നൈസ് ടു സീ. താങ്ക് യു സോ മച്ച്. ഇങ്ങനെ ആവണം ഒരു ഇൻഫ്ലുവൻസർ. കഴുകിനെ പോലെ ഉയർന്നു പറന്നാലും മേങ്ങൾക്കിടയിൽ കൂടുകൂട്ടിയാലും നിന്നെ ഞാൻ ഒരിക്കൽ താഴെ ഇറക്കും. പക്ഷേ ഈസ് ഓൾറെഡി വെരി ഡൗൺ ടു എർത്ത്. മഴ അദ്ദേഹത്തിന് ഒരു പ്രശ്നമല്ല. So rain delayed the match again. Very sad story, guys. Very sad story.